ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 30 ഡേയ്സ് മാത്സ് റിവിഷൻ സീരീസിലെ 8ാമത്തെ ക്ലാസ്സാണെന്ന്. ഓക്കെ, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരു പ്ലേലിസ്റ്റ് ആക്കി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതും കൂടെ കാണുക. ഡെയിലി കുറച്ച് ക്വസ്റ്റ്യനല്ലേ ഉള്ളൂ, ഒരു 10 ക്വസ്റ്റ്യൻ വെച്ച് നമ്മൾ അരമണിക്കൂർ താഴെയുള്ള വീഡിയോസ് അല്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് പെൻഡിങ് ഇല്ലാതെ കണ്ടുപോവുക. ഓക്കെ, അത്രേ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എ പേഴ്സൺ ബോട്ട് 50 pens for 50 rupees each. He sold 40 of them at a loss of 5%. He wants to gain 10% on the whole. Then his gain percentage on the remaining pens. നമ്മൾ ഈ ടൈപ്പൊക്കെ ഇപ്പോൾ എത്ര എണ്ണം ചെയ്തല്ലേ, ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്ത്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോയാലോ. ഈസി അല്ലേ, വളരെ ഈസി അല്ലേ, നമുക്ക് അലിഗേഷനിൽ തന്നെ ചെയ്യാം. എ പേഴ്സൺ ബോട്ട് 50 pens സെറ്റ്. ഓക്കെ, അപ്പോൾ മൊത്തം 50 പേനയുണ്ട്. അതിൽ 40 പേന 5% നഷ്ടത്തിനാണ് കൊടുക്കുന്നത്. എഴുതിപ്പോട്ടെ, 40 പേന 5% നഷ്ടത്തിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള 10 പേന എത്ര ശതമാനം ഗെയിനാണ് കൊടുക്കുന്നതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കതിനെ എക്സ് എന്ന് വിളിക്കാം. ഇനി മൊത്തത്തിൽ 2 പേരുടെയും കൂടെ എത്ര, 10% പ്രോഫിറ്റിന്. അപ്പോൾ നടുക്കെന്ത് വരും, 10%. അലിഗേഷന് വേണ്ടുന്ന എല്ലാം ആയി. എങ്ങനെ അലിഗേറ്റ് ചെയ്യുന്നത്, നമുക്ക് കട്ട് ചെയ്യാം. 4 1. അപ്പോൾ ഇവിടെ 10 -10 -5 15 വരും. അപ്പോൾ 1 ആണ് 15. അപ്പോൾ ഇവിടെ എന്ത് വരും, 15 × 4 60. എല്ലാ അലിഗേഷൻ്റെ സ്റ്റെപ്പാണ്, നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടേ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ത് വരും, ഇവിടെ നമ്മൾ 10 നിന്നാണ് 5 കുറച്ചത്. അപ്പോൾ ഇവിടെ 10ൻ്റെ കൂടെ 60 കൂടെ കൂട്ടണം, 70%. എത്ര പെട്ടെന്നാണ് ചെയ്തത്, ഈസിയാണ്. നമുക്ക് നമ്മുടെ ആൻസർ 70% വരും. ഓക്കെ, ഇനി ഇത് ഇങ്ങനെ തന്നെ എഴുതണമെന്നില്ല, നമുക്ക് എങ്ങനെ എഴുതാം. ഇപ്പം 40 പേന 5% നഷ്ടത്തിന്, 10 പേന X% പ്രോഫിറ്റ്. ഇനി മൊത്തം 50 പേന 10% പ്രോഫിറ്റ്. ഇനി ഇത് ഇങ്ങനെയും എഴുതി സോൾവ് ചെയ്യാം. നമുക്ക് കട്ട് ചെയ്യാലോ. ഇവിടെ 4 വരും, ഇവിടെ 1 വരും, ഇവിടെ 5 വരും. അപ്പം 4 × -5 -20 വരും. 1 × x + x = 5 × 10 50. ഇനി ഈ -20 അപ്പുറം പോയാലും നമുക്ക് എന്ത് തന്നെ കിട്ടും, 70%. ഓക്കെ, ഒന്നെങ്കിൽ നമുക്ക് ഈ അലിഗേഷൻ പോലെ എഴുതി ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയിട്ടും ചെയ്യാം, റേഷ്യോ പോലെ എഴുതിയിട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ. അടുത്തത്. രവി സാലറി വാസ് ഇൻക്രീസ്ഡ് ബൈ 50%. ആഫ്റ്റർ സം ടൈംസ് ഹിസ് ന്യൂ സാലറി വാസ് ആൾസോ ഇൻക്രീസ്ഡ് ബൈ 50%. ഫൈൻഡ് ഹിസ് ഗെയിൻ പെർസെൻറ്റേജ് ഓൺ ദി സാലറി. ഓക്കെ, അപ്പം നമ്മുടെ സാലറി, രവിയുടെ സാലറി 100 ആയിരുന്നു എന്ന് വിചാരിച്ചോ. അപ്പോൾ ആദ്യം 50% കൂടട്ടെ, 150 ആവട്ടെ. അപ്പോൾ ഇനി ആഫ്റ്റർ സം ടൈംസ് എന്ത് സംഭവിക്കും, പുതിയ സാലറി വീണ്ടും 50% കൂടും. അപ്പോൾ 150ൻ്റെ 50% കൂടുമ്പോൾ എത്ര, 75 കൂടെ കൂടി 225. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ എത്ര കൂടി, ഫൈൻഡ് ഹിസ് ഗെയിൻ പെർസെൻറ്റേജ് ഓൺ ദി സാലറി അല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പോൾ 100 രൂപയായിരുന്നത് 2 തവണ സാലറി കൂടിയപ്പം 225 ആയി. എത്ര ശതമാനം കൂടിയേക്കുന്നത്, 125%. നമ്മുടെ ഓപ്ഷൻ എ. ഈസി ക്വസ്റ്റ്യൻ അല്ലേ ഇത്, നമ്മൾ ഇതുപോലൊക്കെ ഉള്ളത് മുന്നേ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഇനി ഇത് അല്ലാതെ നമ്മുടെ സക്സസീവിൻ്റെ ഇക്വേഷനിലിട്ടും ചെയ്തുകൂടെ. x + y + xy/100 50 + 50 + 50 × 50 2500/100. അപ്പോൾ എന്ത് തന്നെ വരും, 100 25 125 തന്നെ വരത്തില്ല, എഴുതണ്ടല്ലോ. 50 50 + 50 × 50/100. ഇത് ചെയ്താലും നമുക്ക് ആൻസർ 125 തന്നെ വരും. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആ രവിയുടെ ആദ്യത്തെ സാലറി 100 എടുത്തുകൊണ്ടും ചെയ്യാം, രണ്ടും ചെയ്യാം. ഇതൊക്കെ പേന എടുക്കാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. യെസ്. എ, ബി ആൻഡ് സി ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽസ് ഇൻ ദ റേഷ്യോ 5:7:4. The timings of their investment being in the ratio XYZ. If their profits are distributed in the ratio 45:42:28. ഓക്കെ, ഇത് നമ്മുടെ പാർട്ട്ണർഷിപ്പിലെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നമുക്ക് ചെയ്തു പോകാം. എന്താണ് അപ്പം ഇവിടെ പറയുന്നത്, എന്താണ്, എയും ബിയും സിയും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഏത് റേഷ്യോയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, 5:7:4. ഇനി അവർ ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് കേട്ടോ. ഇനി അവർ എത്ര സമയത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇനി അവരുടെ ടൈം പീരീഡ് എത്രയാണ് പറഞ്ഞേക്കുന്നത് ക്വസ്റ്റ്യനിൽ, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. XYZ ആ റേഷ്യോയിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണ്, പ്രോഫിറ്റിൻ്റെ റേഷ്യോ വന്നിട്ടുണ്ടല്ലോ. ദെയർ പ്രോഫിറ്റ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ റേഷ്യോ 45:42:28. സോ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് പ്രോഫിറ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റ് എങ്ങനെയാണ് വരുന്നത്, നമ്മളിട്ട ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു ടൈം പീരീഡ് എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ പ്രോഫിറ്റ്. സോ ഇത് ഈ ഒരു റേഷ്യോയിലല്ലേ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു ടൈം പീരീഡ് റേഷ്യോ ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രോഫിറ്റിൻ്റെ റേഷ്യോ കിട്ടുന്നത്. ഓക്കെ, ഇത് തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കും. നമുക്കിപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റും പ്രോഫിറ്റും തന്നിട്ട് ടൈം പീരീഡിൻ്റെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ തിരിച്ചും വരും, ഇൻവെസ്റ്റ്മെൻറ്റും അതിൻ്റെ ടൈം പീരീഡും തന്നിട്ട് പ്രോഫിറ്റ് ചോദിക്കുമ്പം ജസ്റ്റ് അത് ഗുണിച്ചെഴുതിയാൽ മതി. തിരിച്ചും മറിച്ചൊക്കെ ഉണ്ട്, ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് വഴിയെ കാണാം.
ഈ ക്വസ്റ്റ്യനിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, അതുപോലെ അതിന് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റും തന്നിട്ടുണ്ട്. നമുക്ക് ആ ടൈം പീരീഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം 5 റേഷ്യോ ആണ് 45, 7 റേഷ്യോ ആണ് 42, 4 റേഷ്യോ ആണ് 28. ആ ഓരോ അവരുടെ കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള റേഷ്യോസ് പോരെ നമുക്ക്. അപ്പോൾ 5x9 ചെയ്യുമ്പോഴാണ് 45 വരുന്നത്, 7x6 ചെയ്യുമ്പോഴാണ് 42 വരുന്നത്, 4x7 വരുമ്പോഴാണ് 28 വരുന്നത്. അപ്പോൾ നമ്മുടെ റേഷ്യോ ഏതൊക്കെയാണ്? 9:6:7. നമ്മുടെ ഓപ്ഷൻ ഡി. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇതിൻ്റെ തന്നെ പല പല ടൈപ്പുകളില്ലേ. ഇപ്പോൾ എ ഒരു 5 മാസത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് ലീവ് ചെയ്യുന്നു. അപ്പോൾ ബി പിന്നെ ഇത്ര രൂപയും കൂടെ ആഡ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്കത് ചെയ്യാം. അപ്പോൾ ഇത് അതിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇതിനകത്ത് എന്ത് കൺസെപ്റ്റ് അറിഞ്ഞാൽ മതി, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ടൈം പീരീഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ പ്രോഫിറ്റ് കിട്ടുന്നതെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാമല്ലോ. ഓക്കെ, A runs 20% faster than B and is able to allow B a lead of 11 meters to end the race in a dead heat. What's the length of the race? ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എയുടെയും ബിയുടെയും സ്പീഡിൻ്റെ റേഷ്യോ തന്നിട്ടില്ലേ. എ റൺസ് 20% ഫാസ്റ്റർ ദാൻ ബി എന്ന് പറഞ്ഞാൽ എന്ത് അർത്ഥം? 20% എന്ന് പറയുമ്പോൾ 1/5, അപ്പോൾ ഫാസ്റ്റർ ദാൻ ബി എന്ന് പറയുമ്പം 6/5. ബി 5 യൂണിറ്റ് ഓടുമ്പോൾ എ എത്ര യൂണിറ്റ് ഓടും? 6 യൂണിറ്റ് ഓടും. അതല്ലേ അതിനർത്ഥം, എ റൺസ് 20% ഫാസ്റ്റർ ദാൻ ബി എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതൊരു റേസാണ്. ഇത് സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്, ഇത് എൻഡിങ് പോയിൻറ്റ്. അപ്പോൾ ഇവിടെ പറയുന്നത് എ 6 യൂണിറ്റ് ഓടുമ്പോൾ ബി എത്ര യൂണിറ്റ് ഓടും? 5 യൂണിറ്റ് ഓടും. അപ്പോൾ എ ഇവിടെ മുതൽ ഇവിടം വരെ ഓടുക 6 യൂണിറ്റ് ഓടുക. അപ്പോൾ ബിക്ക് എത്ര യൂണിറ്റ് ഓടിയാൽ മതി? ഇവിടെ മുതൽ ഇവിടം വരെ ഓടിയാൽ മതി, 5 യൂണിറ്റ് ഓടിയാൽ മതി. അവരുടെ സ്പീഡിൻ്റെ റേഷ്യോ തന്നേക്കുന്നത്. പക്ഷേ നമുക്കറിയാമല്ലോ, സ്പീഡും ഡിസ്റ്റൻസും ഡയറക്ട്ലി പ്രൊപ്പോർഷണലായിരിക്കും. സ്പീഡിൻ്റെ റേഷ്യോ 6:5 ആണെങ്കിൽ അത് തന്നെയായിരിക്കും ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ. ഇപ്പോൾ ഡിസ്റ്റൻസ് എ 6 യൂണിറ്റ് ഓടുവാണെങ്കിൽ ബി 5 യൂണിറ്റ് ഓടിയാൽ മതി. ഇത് നമുക്കറിയാവുന്ന കാര്യമാണല്ലേ, ഞാൻ മുന്നേത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുമുണ്ട്. സ്പീഡും ഡിസ്റ്റൻസും ഡയറക്ട്ലി പ്രൊപ്പോർഷണലായിരിക്കും. അതുപോലെ സ്പീഡും ടൈമും ആണെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലായിരിക്കും. ഇതൊക്കെ നമ്മൾ അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടല്ലോ മുൻ ക്ലാസ്സുകളിൽ. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്ക് മനസ്സിലായി എ 6 യൂണിറ്റ് ഓടണം, ബി 5 യൂണിറ്റ് ഓടിയാൽ മതി. അപ്പോൾ ഇവർ തമ്മിൽ ഒരു യൂണിറ്റിൻ്റെ ഗ്യാപ്പില്ലേ, ഒരു യൂണിറ്റിൻ്റെ, അത് നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. ആൻഡ് ആലോ ബി എ ലീഡ് ഓഫ് 11 മീറ്റേഴ്സ്. അപ്പോൾ 1 യൂണിറ്റാണ് 11 മീറ്റർ, നമുക്കറിയാം. ഇനി കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? വാട്ട് ഈസ് ദ ലെന്ത് ഓഫ് ദി റേസ്? ലെന്ത് ഓഫ് ദി റേസ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് തൊട്ട് എൻഡിങ് പോയിൻ്റ് വരെ 6 യൂണിറ്റ്. അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 11 മീറ്റർ ആണെങ്കിൽ 6 യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 66 മീറ്റർ. നമ്മുടെ ഓപ്ഷൻ ബി. ഓക്കെ, ഇപ്പോൾ ബി ഓടിയ ദൂരമാണെങ്കിൽ 5 × 11 55 മീറ്റർ വരും. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ലെന്ത് ഓഫ് ദി റേസ് ആണ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് തൊട്ട് എൻഡിങ് പോയിൻ്റ് വരെ 66 മീറ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതുപോലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടല്ലോ. 7, 2, 3, 5, 6. ഇതിനെ നമുക്ക് എത്ര വെച്ച് ഡിവൈഡ് ചെയ്യണമെന്ന് പറയുന്നത്? 6 വെച്ച്. 6 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ 3 കൊണ്ടും 2 കൊണ്ടും. നമ്മൾ ഈ 6ൻ്റെ തന്നെയാണ് മുന്നേ ചെയ്തിട്ടുള്ളത്. 3 കൊണ്ട് ഡിവിസിബിൾ ആവണം, 2 കൊണ്ട് ഡിവിസിബിൾ ആവണം. 2 കൊണ്ട് ഡിവിസിബിൾ ആണ്, കാരണം അവസാനത്തെ നമ്പർ 6 അല്ലേ, അത് 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഇനി അത് നോക്കണ്ട. 3 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ ഡിജിറ്റ് സം 3 ആവണം. അപ്പോൾ നമുക്ക് നോക്കാം, 9 ഒന്നും കൂട്ടുമ്പോൾ എടുക്കണ്ട. 5, 3, 8, 8, 6, 14. അപ്പോൾ ഡിജിറ്റ് സം എടുക്കുമ്പോൾ നമുക്ക് 5 എന്നാവുന്നത്. അപ്പോൾ ഇനി ഈ എക്സിൻ്റെ വാല്യൂ നമുക്ക് 6 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ എന്തൊക്കെ വരാം? ഓൾറെഡി കൂട്ടുമ്പോൾ 5 വരുന്നുണ്ട്. അപ്പോൾ ഇനി ഒന്നും കൂടെ വന്നു കഴിഞ്ഞാൽ 6 ആവും അല്ലേ. ഇനി 5ൻ്റെ കൂടെ ഒരു 4 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 9 ആവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 1 ആഡ് ചെയ്യാം, അല്ലെങ്കിൽ 4 ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താ? സ്മോളസ്റ്റ് ഡിജിറ്റ് ഏതെന്നാണ്. അപ്പോൾ 4 ആണോ ആൻസർ? അല്ല, 1. കാരണം 5ൻ്റെ കൂടെ ഇവിടെ 1 ആണെങ്കിൽ, ഇവിടെ 1 വരുവാണെങ്കിൽ ഡിജിറ്റ് സം എടുക്കുമ്പോൾ 6 വരും. അപ്പോൾ അത് 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഓക്കെ, 4 ആണ് അവിടെ വന്നിട്ടുണ്ടെങ്കിലും ഡിവിസിബിൾ ആണ്, പക്ഷേ നമുക്ക് വേണ്ടത് സ്മോളസ്റ്റ് നമ്പറാണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കൂടെ? ഓക്കെ, സക്സസീവ് ഡിസ്കൗണ്ട് ഓഫ് 10% ആൻഡ് 20% ആർ ഗിവൺ ഓൺ ദി പർച്ചേസ് ഓഫ് ദി പേഴ്സ് ഇഫ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി പേഴ്സ് ഇസ് 2250. ഫൈൻഡ് ദ സെല്ലിംഗ് പെർസെൻറ്റേജ്. ഓക്കെ, ഈ സക്സസീവ് ഡിസ്കൗണ്ട് ഇതൊക്കെ 2 or 3 രീതി ചെയ്യാം അല്ലേ. നമുക്ക് നോക്കാം. എന്തായാലും ഡിസ്കൗണ്ട് കണക്കാക്കുന്നത് MB എന്ന് തന്നെ. അപ്പോൾ MBയുടെ വാല്യൂ വന്നിട്ടുണ്ട് 2250. അപ്പോൾ അതിൻ്റെ 10% കുറയ്ക്കണം ആദ്യം. 10% കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ 10 രൂപയുടെ സാധനം 9 രൂപയ്ക്ക് കൊടുക്കണം. അപ്പോൾ പിന്നെ 10% മാത്രമാണോ കുറയ്ക്കുന്നത്? അല്ല, പിന്നെ 20% കൂടെ കുറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇത്ര രൂപയുടെ 20% കൂടെ കുറച്ച് കൊടുക്കുന്നു. അപ്പോൾ 5 രൂപയുടെ സാധനം 4 രൂപയ്ക്ക് കൊടുക്കുന്നു. അപ്പോഴാണ് നമുക്ക് എന്തോ കിട്ടുന്നത്? സെല്ലിംഗ് പ്രൈസ് കിട്ടുന്നത്. ഇത് മാർക്കറ്റ് പ്രൈസാണ്. മാർക്കറ്റ് പ്രൈസിനെ ആദ്യം 10% കുറച്ച് കൊടുത്തു, അതിന് ശേഷം 20% കുറച്ച് കൊടുത്തു. അപ്പോഴാണ് നമുക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ സെല്ലിംഗ് പ്രൈസ് ഒരു 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. നമ്മുടെ ഓപ്ഷൻസ് നോക്കാം. 5, 1, 6 അല്ല, 8, 9 ഇത് വരുന്നുണ്ട്, ഇത് വരുന്നില്ല, 8 ഇത് വരുന്നില്ല. അപ്പോൾ ഏതേ ഉള്ളൂ? ഓപ്ഷൻ ബി.
അപ്പോൾ നമുക്ക് മുമ്പതിൻ്റെ മൾട്ടിപ്പിൾ നോക്കി പെട്ടെന്ന് ചെയ്തുകൂടെ ഇത്. ഓക്കെ, ഇനി അതല്ലെങ്കിൽ നമ്മുടെ സക്സസീവ് ഡിസ്കൗണ്ട് അല്ലേ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഉണ്ടല്ലോ x+y+x/100 അതിനകത്ത് ഇട്ട് കൊടുത്താൽ പോരെ. അപ്പോൾ 10, 20, 30, 30 - 2 28%. അപ്പോൾ ഈ 2250ൻ്റെ 72% ആൻസർ. ഓക്കെ, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇതായിരിക്കും എളുപ്പം. ഇതാകുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ നോക്കി പെട്ടെന്ന് എടുക്കാൻ പറ്റത്തില്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ വോളിയം ഓഫ് എ റൈറ്റ് സിലിണ്ടറിക്കൽ ബോക്സ് ഓഫ് റേഡിയസ് 30 cm ഈസ് 600 cm3. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി ബോക്സ്. ഓക്കെ, ഇതൊന്നുമില്ല ചെയ്യാൻ. നമുക്ക് ആ സിലിണ്ടറിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷൻ അറിയാവുന്ന ഒരാൾക്ക് ഇത് സുഖമായിട്ട് ചെയ്തു പോകാം. വോളിയം എന്താ സിലിണ്ടറിൻ്റെ πr²h. ഇവിടെ റേഡിയസ് തന്നിട്ടുണ്ട്, വോളിയം തന്നിട്ടുണ്ട്, ഹൈറ്റ് കണ്ടുപിടിക്കാൻ. സോ ഞാൻ ഈ ക്വസ്റ്റ്യൻ ആഡ് ചെയ്തത് ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, കഴിഞ്ഞ വർഷത്തെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണിത്. ഇത്രയും ഈസി ആയിട്ട് നമുക്ക് ആ ഡയറക്റ്റ് മെൻസുറേഷനിലെ ഫിഗേഴ്സിൻ്റെ വോളിയത്തിൻ്റെയോ ഏരിയയുടെയോ ഒക്കെ ഇക്വേഷൻ അറിയാമെങ്കിൽ ഡയറക്റ്റ് ചോദിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസും വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ എല്ലാ മെൻസുറേഷൻ ഫിഗേഴ്സിൻ്റെയും ഇക്വേഷൻസൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോകണം. അപ്പോൾ ഞാനത് വേറൊരു ദിവസം ഞാനത് എല്ലാ ഇക്വേഷൻസും ഞാൻ കൊണ്ടുവന്ന് നമുക്കതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകാം. ഓക്കെ, അറിയായിരിക്കും, പക്ഷേ എങ്കിലും നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻസും പരമാവധി ചെയ്ത് പോവുകയും ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നോക്കാം. വോളിയം തന്നിട്ടുണ്ട് 600 π ഇൻറ്റു റേഡിയസ് എത്രയാണ് 30, 30ൻ്റെ² 900 ഇൻറ്റു ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. എത്ര വരും? 0 പോട്ടെ, കട്ട് ചെയ്യുമ്പോൾ 2, 3, 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 11. അപ്പോൾ 7/33 എന്ന് വരും. അപ്പോൾ 0.3 വരുമോ? ഇല്ല, 0.21. നമ്മുടെ ഓപ്ഷൻ ഡി. കണ്ടോ, ഇത്ര സെക്കൻഡ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ബാക്കി ഇക്വേഷൻസൊക്കെ നമുക്ക് പഠിക്കാം കേട്ടോ. നമ്മൾ ഓൾറെഡി റോംബസിൻ്റെയൊക്കെ നമ്മൾ കണ്ടെന്ന് തോന്നുന്നല്ലേ. കുഴപ്പമില്ല, നമുക്കതെല്ലാം ഒരുമിച്ച് ഞാനത് ക്ലബ് ചെയ്തിട്ട് നമുക്കൊന്ന് പറഞ്ഞു പോവാം. യെസ്, അടുത്ത് ഇനി ട്രയാങ്കിൾ PQR. ഓക്കെ, ട്രയാങ്കിൾ PQR. ഓക്കെ, MNS ആർ ദി മിഡ് പോയിൻറ്റ്സ് ഓഫ് ദി സൈഡ് PQ, PR ആൻഡ് QR. അപ്പോൾ PQൻ്റെ മിഡ് പോയിൻ്റ് ആണ് M എന്ന് പറയുന്നുണ്ട്, അതുപോലെ PRൻ്റെ മിഡ് പോയിൻ്റ് ആണ് N, അതുപോലെ QR-ൻ്റെ മിഡ് പോയിൻ്റ് ആണ് S. ഇത് മൂന്നും പറയുന്നുണ്ട്. ഇഫ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ PQR ഈസ് 46 cm², വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി ക്വാഡ്രിലേറ്ററൽ MNRQ? ഓക്കെ, നമുക്ക് ആദ്യം ഈ മിഡ് പോയിൻറ്റുകളെല്ലാം ഒന്ന് കൂട്ടി ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് PQR എന്ന് പറയുന്ന ഒരു വലിയ ട്രയാങ്കിൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് എത്ര ട്രയാങ്കിൾസ് കിട്ടി? 1, 2, 3, 4. നമുക്ക് 4 ട്രയാങ്കിൾ കിട്ടി. ഈ 4 ട്രയാങ്കിളും ഒരേ ഏരിയ ആയിരിക്കും. ഓക്കെ, ഇക്വലേറ്റർ ഒരു ട്രയാങ്കിളിൻ്റെ മിഡ് പോയിൻറ്റ്സ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ 4 കൊച്ചു ട്രയാങ്കിൾസ് ഉണ്ടല്ലോ, ആ 4 എണ്ണത്തിനും ഒരേ ഏരിയ ആയിരിക്കും. എങ്കിൽ പറ, നമുക്ക് വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ PQR-ൻ്റെ ഏരിയ തന്നിട്ടുണ്ട് 46 cm² എന്ന് പറയുമ്പം എത്ര കൊച്ചു ട്രയാങ്കിൾ ചേരുന്നതാണ്? 1, 2, 3, 4 ട്രയാങ്കിൾ ചേരുന്നതിൻ്റെ ഏരിയയാണ് തന്നിട്ടുള്ള 46. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി ക്വാഡ്രിലേറ്ററൽ MNRQ. അതായത് ഇത്രയും പോർഷൻ്റെ ഏരിയ അല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ അതിനകത്ത് എത്ര ട്രയാങ്കിൾ ഉണ്ട്? 3 ട്രയാങ്കിൾ. 4 ട്രയാങ്കിൾ ചേരുന്നതിൻ്റെ ഏരിയ 46 ആണെങ്കിൽ 3 ട്രയാങ്കിൾ ചേരുന്നതിൻ്റെ ഏരിയ എത്ര വരും? 46 വരുമ്പം 11.47 5. 11.5 × 3 34.5. ഓപ്ഷൻ ഡി. ഈസി ക്വസ്റ്റ്യൻ അല്ലേ, ഇത്ര ചെയ്യാനുള്ളൂ. 4 എണ്ണം ചേരുന്നതിൻ്റെ ഏരിയയാണ് 46. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 3 എണ്ണം ചേരുന്നതിൻ്റെയാണ്. ഇനി എങ്ങനെ വേണമെങ്കിലും അവർക്ക് തന്നുകൂടെ? ഇങ്ങനൊരു PMSR എന്നൊരു ക്വാഡ്രിലേറ്റർ തന്നാൽ ഇതേ തന്നെ വരും, കാരണം അവിടെയും 3 ട്രയാങ്കിൾ ചേരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഈസി അല്ലേ. 1/4 ഓഫ് എ സർക്കുലർ പിസ ഓഫ് റേഡിയസ് 21 വാസ് റിമൂവ്ഡ് ഫ്രം ദി ഹോൾ പിസ. ഇപ്പോൾ ഒരു പിസയുണ്ട്, അതിൽ നിന്നൊരു ക്വാർട്ടർ എടുത്ത് മാറ്റുന്നു. അപ്പോൾ റേഡിയസ് 21 cm ആണ്. ഓക്കെ, വാട്ട് ഈസ് എ പെരിമീറ്റർ ഓഫ് ദി റിമൈനിങ് പിസ? അപ്പോൾ ബാക്കിയുള്ള ഇത്രയും പോർഷൻ്റെ പെരിമീറ്ററാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ ഒരു ക്വാർട്ടർ എടുത്ത് മാറ്റി, അപ്പോൾ ബാക്കിയുള്ളതിൻ്റെ പെരിമീറ്ററാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ ബാക്കിയുള്ളതിൻ്റെ പെരിമീറ്റർ എത്ര വരും? 2πr അല്ലേ മൊത്തത്തിലുള്ളത്. ഒരു ഫുൾ സർക്കിളിൻ്റെ പെരിമീറ്ററാണ് 2πr. അപ്പോൾ ഇപ്പം 1/4 അങ്ങ് പോയി. ഇപ്പോൾ ബാക്കി എത്രയുള്ളൂ? ഇതിൻ്റെ 3/4 ഉള്ളൂ. അതായത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള പോർഷൻ 3/4. ഓക്കെ, മൊത്തത്തിലാകുമ്പോഴാണ് 2πr വരുന്നത്. അപ്പോൾ ഇതിൻ്റെ 1/4 പോർഷൻ എടുത്ത് മാറ്റിയതുകൊണ്ട് ബാക്കി 2πrൻ്റെ 3/4 പോർഷനേ ഉള്ളൂ. പക്ഷെ നമുക്ക് വേണ്ടത് പെരിമീറ്റർ ഓഫ് ദി റിമൈനിങ് പീസേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ അത്രയും സർക്കംഫറൻസിൻ്റെ ആ ഒരു പോർഷൻ മാത്രം പോരല്ലോ, ഈ ഒരു പോർഷനും വരത്തില്ലേ. ഇപ്പോൾ 2 റേഡിയസ് ചേരുന്ന ആ ഒരു പോർഷൻ കൊണ്ട് എടുക്കണ്ടേ നമുക്ക്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു 42 കൂടെ കൂട്ടി കൊടുക്കണം. ആ 2 റേഡിയസിൻ്റെ പോർഷനും കൂടെ കൂട്ടി കൊടുക്കണം. അപ്പോഴാണ് നമുക്കിത് ഫുൾ
ആ ഒരു റിമൈനിങ് പിസയുടെ പെരിമീറ്റർ വരുന്നത്. ഞാൻ പറയുമ്പോൾ ഇടയ്ക്ക് ഏരിയ എന്നൊക്കെ കയറി വരുന്നുണ്ട്. ഇല്ല, പെരിമീറ്ററാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പറ 2πr പറ. 2 × π 22/7 ഇൻറ്റു റേഡിയസ് എത്രയാണ് 21 ഇൻറ്റു 3/4 + 42. 3 സോൾവ് ചെയ്തെടുക്കുമ്പോൾ എന്ത് വരും? 11 99 42. ആൻസർ 141, ഓപ്ഷൻ ബി. ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ ഇതെങ്ങനെ വന്നു എന്ന് മനസ്സിലായോ? ഫുള്ള് 2πr ആണ്. നമുക്കിപ്പോൾ ക്വാർട്ടർ അങ്ങ് പോയി, അപ്പോൾ ബാക്കി 3/4 ഉള്ളൂ. അപ്പോൾ ആ സൈഡ് അത്രയും കിട്ടി, നമുക്ക് ആ സർക്കംഫറൻസിൻ്റെ അത്രയും കിട്ടി 3/4. ഇനി അതിൻ്റെ കൂടെ നമുക്ക് ആ 2 റേഡിയസിൻ്റെയും കൂടെ നമുക്ക് എടുക്കണം, 42 കൂടെ വരണം. ഓക്കെ, അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് ആയി. ഇത്രയും മതിയല്ലോ. കൊച്ചു ക്വസ്റ്റ്യൻസ് ആണല്ലോ, ഇന്നെല്ലാം ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം മതി, ഇത്രയും മതി. ബാക്കി നമുക്ക് നാളെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.